ദീപകേ? രസികയെത്തിയാ? ആഹാ, രസികയെത്തിയായിരുന്നോ? അതെ. അകത്തേക്കോ? അകത്തേക്ക് എങ്ങനെ കയറാനാ? ഇപ്പോ വഴിമുടക്കി നിൽക്കല്ലേ? കേറ്. നല്ല മണം. അതിഷ്ടപ്പെട്ടോ? റോയൽ ടച്ച്, അതാ പെർഫ്യൂമിന്റെ പേര്. ടച്ച്. ദീപക്, ഈ രാത്രിയിൽ ഇത് എവിടെ പോവാൻ പോവാ? ഞാനെങ്ങും പോണില്ല. പിന്നെ ഇത്ര ഒരുങ്ങി എങ്ങോട്ടാ പോന്നേ? ഞാനിങ്ങനെ ഒരുങ്ങുന്നതൊക്കെ എന്റെ മുത്തിന് വേണ്ടിട്ടല്ലേ? മനസ്സിലായി. എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. പ്ലീസ് ഇപ്പൊ വേണ്ട, പിന്നെ മതി. പ്ലീസ് അങ്ങനെ പറയല്ലേ, പ്ലീസ്. നമുക്ക് നാളെ പ്ലാൻ ചെയ്യാം. ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. കൊതിയായിട്ടല്ലേടാ? നിനക്ക് എപ്പോഴും കൊതിയായിരിക്കും. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. പോയി മൂടി പൊതിച്ച് കിടക്കാൻ നോക്ക്. നീ എന്ത് ദുഷ്ടയാടി? പറ്റാഞ്ഞിട്ടല്ലേ? ഒരുപാട് ജോലിയുണ്ട്. ഡെഡ്ലൈൻ ആണ്, അത് മനസ്സിലാക്ക്. നാളെ നമുക്ക് പ്ലാൻ ചെയ്യാം. എല്ലാ ദിവസവും നാളെ എന്നല്ലേ പറയുന്നേ? കൊറേ കേട്ടതാ. ചേടാ, ഗുഡ് നൈറ്റ്. ദീപക്, പുറത്താരാ വന്നിരിക്കുന്നേ നോക്കിയേ. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുവാ. ഒന്ന് നോക്ക്, ഞാൻ ഫുഡ് ഉണ്ടാക്കുക. ആരാ ദീപകേ? രസികയെത്തിയാ? ആഹാ, രസികയെത്തിയായിരുന്നോ? അതെ. അകത്തേക്കോ? അകത്തേക്ക് എങ്ങനെ കയറാനാ? ഇപ്പോ വഴിമുടക്കി നിൽക്കല്ലേ? കേറ്. നല്ല മണം. അതിഷ്ടപ്പെട്ടോ? റോയൽ ടച്ച്, അതാ പെർഫ്യൂമിന്റെ പേര്. ടച്ച്. ജ്യോതി, ആഹാ, കൊള്ളാലോ. നല്ല സൂപ്പർ ആലു പൊറോട്ട. രസിക ഇരിക്കെ, നമുക്ക് ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് അയ്യോ കഴിക്കാം. വേണ്ട ജ്യോതി, ഞാൻ വന്നതേ വീട്ടില് പാൽക്കാരൻ വന്നില്ല. അജിത്തിന് ചായ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിനിപ്പോ എന്താ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോ. പാല് കിട്ടിയായിരുന്നോ? ആ കിട്ടി. താങ്ക് യു സോ മച്ച്. ഇതിനിപ്പോ താങ്ക് യു ഒക്കെ പറയുന്നത് എന്തിനാ? അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ബൈ. ബൈ. അതെ ദീപക്, സമയം കളയാതെ പെട്ടെന്ന് കഴിച്ചിട്ട് പോയി റെഡിയാവും നോക്ക്. ഓഫീസിലേക്ക് പോണ്ടേ? ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആവുമായിരുന്നു. അപ്പൊ അവിടുന്ന് മെസ്സേജ് വന്നു, വർക്ക് ഫ്രം ഹോം ആണെന്ന് പറഞ്ഞിട്ട്. മീറ്റിംഗും ക്യാൻസലായി. കൊള്ളാം. ഇക്കാര്യത്തിൽ എന്തായാലും നിനക്ക് നല്ല ഭാഗ്യമുണ്ട്. വർക്ക് ഫ്രം ഹോം ആൻഡ് ഓൾ. എവിടെ, നമുക്കൊന്നും ആ ഭാഗ്യമില്ല. എന്നാ പിന്നെ നീ ഓഫ് എടുക്ക്. വീട്ടിൽ നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. നോ 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 നോ, എനിക്ക് നിന്നോടൊപ്പം അടിക്കാനും പൊളിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് തലയ്ക്ക് മുകളിൽ ജോലിയാണ്. ഐ ഹാവ് ഡെഡ് ലൈൻസ്. ഞാൻ പോയി റെഡി ആവട്ടെ. നീ കഴിച്ചിട്ട് എടുത്തു വെച്ചോ. ഓക്കെ.
ആ രസിക ഏട്ടത്തിയായിരുന്നോ? ആയിരുന്നു. ജ്യോതി ഇപ്പൊ വീട്ടിലില്ലല്ലോ. ഞാൻ മാത്രമേ ഉള്ളൂ. അവൾ ഓഫീസിൽ പോയി. ഒറ്റയ്ക്കാണല്ലേ? എന്തെങ്കിലും വേണമായിരുന്നോ? എന്നെ ഇവിടെ തന്നെ നിർത്തി ചോദ്യം ചെയ്യൂ, അതോ അകത്തേക്ക് വിളിക്കുന്നു? അതിനെന്താ അകത്തേക്ക് വാ. അപ്പോ പറഞ്ഞോ. അപ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ വേണ്ടേ? എനിക്ക് വേണ്ടത് തരൂ. വീട്ടിൽ ജ്യോതി ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം. രാവിലത്തെ ആ പെർഫ്യൂം ഇല്ലേ, റോയൽ ടച്ച്, അതാ വേണ്ടത്. ഏട്ടത്തേക്ക് ആ റോയൽ ടച്ച് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടു. എനിക്കും അതെ, എന്റെ മനസ്സിനും അതെ. ഏട്ടത്തേക്ക് അത് ഇഷ്ടപ്പെട്ടത് എന്തായാലും എന്റെ ഭാഗ്യം. ഞാനത് ഇപ്പൊ കൊണ്ടുവരാം. രസിക ഏട്ടത്തി, എന്റെ അടുത്ത് ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്. ഏട്ടത്തി ഒന്ന് വന്ന് നോക്കുവാണെങ്കിൽ നന്നായിരുന്നു. ആ വന്നു നോക്കാം. ദേ, ഉം. അയ്യോ അങ്ങനെയല്ല. അയ്യോ, എനിക്കിതൊന്നും അറിയില്ല ദീപക്കെ. ദീപക്ക് എന്നെ ഒന്ന് അടിച്ചു കാണിക്കേ. ഇങ്ങത്താ. എങ്ങനെയുണ്ട്? ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു. എന്താന്ന്? ഒന്നുമില്ല. എന്താ പറഞ്ഞെന്ന് ധൈര്യമായിട്ടങ്ങ് പറയുന്നേ. ദീപക്, ദീപക്, എന്നെ ഒന്ന് ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യോ? ഞാൻ പേഴ്സ് എടുത്തിട്ട് വരാം. ഓക്കെ? അതെ, തന്നെ പോയാ മതി. ഞാൻ ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഞാൻ ഒന്ന് പെട്ടെന്ന് പോട്ടെ. ബൈ. എന്നെ ഒന്ന് ആക്കിയിട്ട് പോ. ഒരുപാട് ലേറ്റ് ആയി പോയി. ബൈ. ദീപക്, നീ എപ്പോഴാ വരുന്നേ? ഇപ്പോ ഓഫീസിലെ ജോലി തീർന്നേ ഉള്ളൂ. കുറച്ചുകൂടെ കാത്തിരിക്കേ. കാത്തിരിക്കാനൊന്നും വയ്യ. ഓരോ നിമിഷവും ഓരോ വർഷം പോലെയാ തോന്നുന്നേ. ഭയങ്കര തിരക്കായെന്ന് തോന്നുന്നു. ആ, നിന്നെ കാണാനുള്ള തിരക്കാ. നീ എന്നിൽ ഒരു മഴയായി പെയ്യുന്നതും കാത്തിരിക്കുക ഞാൻ. ശരിക്കും? പിന്നല്ലേ. ശരി, ഞാൻ വേഗം ഇറങ്ങുക. ബൈ.
ഇപ്പൊ കണ്ടോ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്. രസിക, നീ എന്നോട് കാണിച്ച സ്നേഹത്തിന്റെ അത്രയും വേറെ ആരും എന്നോട് കാണിച്ചിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് അപ്പുറത്താണ് നിന്റെ സ്നേഹം. നീ വന്നതിന് ശേഷം ജ്യോതിക്ക് നിക്ക്, ഞാൻ പോയി നോക്കാം. വേണ്ട, നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി നോക്കാം. ഇതാരേ നേരത്തെ? വാതിൽ തുറക്ക, എന്താ ഇത്ര ലേറ്റ് ആയത്? അല്ല, നിക്ക് നിക്ക്, എന്താ ഇത്ര പെട്ടെന്ന് വന്നേ? ഒരു തലവേദന വന്നിട്ട് സഹിക്കാൻ വയ്യ. ഐ ജസ്റ്റ് ടുക്ക് എ ഹാഫ് ഡേ. ആ, നീ എന്താ നേരത്തെ വന്നേ? വർക്ക് ഫ്രം ഹോം. കൊള്ളാലോടാ. ആ, പിന്നെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിക്ക് ചെയ്യാൻ വരുമായിരുന്നല്ലോ. എന്തിനാ ബുദ്ധിമുട്ടാ നിന്നെ? പറയാനായിട്ട് നീ അതിന് നേരത്തെ വന്നാരും എനിക്കറിയില്ലല്ലോ. നിന്നെ ഞാൻ എന്തോരം മിസ് ചെയ്തെന്നറിയോ നിനക്ക്? എടാ, ഇതെന്താ ഇത്? നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തെന്ന്. നീ വന്നത് നന്നായി. ഞാൻ വന്ന് വിളിക്കാന്ന് വിചാരിച്ചപ്പോ പിന്നെ ഞാൻ കരുതി നീ വൈകിട്ടാകുമ്പോ വരുമെന്ന്. അതൊക്കെ ഓക്കെ, പക്ഷെ നീ എന്നെ ഇങ്ങനെ വട്ടം കറക്കുന്ന എന്തിനാ? ദീപക്, ആ, ഇപ്പൊ ഇവിടുന്ന് ആരോ ഓടിപ്പോയ പോലെ തോന്നുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ആരെയും കണ്ടില്ലല്ലോ. ആരായിരുന്നു? ആരാന്നറിയില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നി. ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിക്ക്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ചായ വേണോ നിനക്ക്? എന്നാ ഉണ്ടാക്കിക്കോ. ഓഫീസിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ ഉണ്ട്. ഇപ്പോഴോ? ആ, ഞാൻ സംസാരിച്ചിട്ട് വരാം. കഴിക്കേ. ഞാൻ വന്നിട്ട് കഴിക്കാം. ദീപകിന്റെ ബ്രേസ്ലെറ്റ് ഞാൻ എങ്ങും നോക്കിയിട്ട് കാണുന്നില്ല. ആ, എന്റെ ബ്രേസ്ലെറ്റ് ഇവിടെ എങ്ങും ഇല്ല. നീ പേടിക്കാതിരിക്കേ, ഞാൻ നോക്കിക്കോളാം. അത് അവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ നിന്നേക്കാൾ മുമ്പ് ജ്യോതിക്ക് കിട്ടരുത്. അത് പിന്നെ ആകെ പ്രോബ്ലം ആവും. എനിക്ക് പേടിയാവുന്നടാ. ആ, നീ പേടിക്കാതിരിക്കേ, ഞാൻ നോക്കിക്കോളാം. ആ, ഓക്കെ സർ. ആ, ഞാനിത് ഓഫീസിൽ വന്നിട്ട് തീർത്തോളാം. ആ, സാറെന്തായാലും എത്തൂലേ? ആ, അതപ്പോൾ എന്തായാലും സോൾവ് ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ. ആ, ഓക്കെ, ഗുഡ് നൈറ്റ്. എന്തു പറ്റി? എനി പ്രോബ്ലം? അതെന്താന്ന് വെച്ചാൽ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, അതിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി. അപ്പോൾ അതുകൊണ്ടൊരു കോൺ കോൾ വിളിച്ചതാ. ഓ, അത് ശരി. ആ, പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഐ വാസ് തിങ്കിങ് നാളെ ഞാനൊന്ന് അമ്മയുടെ വീട്ടിൽ പോയിക്കോട്ടെ. ആ, ദാറ്റ്സ് വെരി ഗുഡ്. നീ പോയിട്ട് വാ. ഞാനും നിന്റെ കൂടെ വന്നേനെ, പക്ഷെ ആ മീറ്റിംഗ് ഒക്കെ നീ പോയി 2 ദിവസമൊക്കെ നിന്നിട്ട് വാ. കുറെ നാളായില്ല അമ്മയൊക്കെ കണ്ടിട്ട്. റിയലി? താങ്ക് യു. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് വരാവേ. ആ, അതിനെന്താ. അതെ, ഭക്ഷണമൊക്കെ സമയത്തിന് കഴിക്കണേ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാവേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ കറികൾ ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് മറക്കാതെ എടുത്ത് കഴിക്കണേ. ഞാനതൊക്കെ കഴിച്ചോളാടി.
നീ എത്തിയോടെ എനിക്ക് ഫോൺ ചെയ്യണേ. ആ അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ സമയത്ത് കഴിച്ചാ മതി. ആ ഓക്കെ ബൈ. ഐ ലവ് യു. ലവ് യു. ബൈ. സമയത്ത് കഴിക്കണേ. ആ ഹലോ രസിക. ഹായ് ദീപക്, നീ ഒന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. നിനക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യം പറയട്ടെ. എങ്കി വേഗം പറ. ജ്യോതി ഉണ്ടല്ലോ, 2 ദിവസത്തേക്ക് അമ്മയുടെ വീട്ടിൽ പോയി. കാര്യമായിട്ടാണോ ദീപക് പറയുന്നേ? അത് കൊള്ളാലോ. സത്യമായിട്ടും അതെ. അപ്പൊ 2 പകലും 2 രാത്രി നീ എന്റെ. ഓക്കെ, നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, ഞാൻ കാത്തിരിക്കാം. ശരി. നീ എന്തിനാ വെറുതെ എന്നെ കണ്ണു കിട്ടിയേ? എനിക്ക് ഇതിന്റെ സൗന്ദര്യം കാണണ്ടേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യണം. എന്ത്? ആദ്യം എന്റെ കയ്യിൽ നിന്ന് വിട്. നീ ഉണ്ടല്ലോ, എന്നെ ഒന്ന് പിടിച്ചു കാണിക്ക്. വാ, എനിക്ക് നിന്റെ സ്മെല്ല് വെച്ച് ഞാൻ കണ്ടുപിടിക്കും. എന്നെ കണ്ടുപിടിക്ക്. പിടിച്ചില്ലേ? രസിക, രസിക, നിന്നെ കല്യാണം കഴിച്ചു തോർത്ത് എനിക്ക് എന്നോട് എന്നെ പുച്ഛം തോന്നുന്നു. ജ്യോതി, നീ ഇവിടെ? ആ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു. എന്ന് വെച്ചാലോ, ഇത് രസികയുടെ തന്നെ അല്ലേ? അല്ലേ രസിക? നിങ്ങൾ രണ്ടും കൂടി എന്നെ ചതിക്കായിരുന്നല്ലേ, എന്നെ തകർക്കായിരുന്നല്ലേ? എല്ലാം ഇവിടെ അവസാനിക്കുക ദീപക്. I don't know what to say. ജ്യോതി പ്ലീസ്, ഒരു തവണത്തേക്ക് ഞങ്ങളോട് ക്ഷമിക്ക്. ക്ഷമിക്കാനോ? ഞാൻ ക്ഷമിച്ചതുകൊണ്ട് തകർന്ന ബന്ധം പഴയതുപോലെ ആകില്ലല്ലോ. ഒരു തവണ തകർന്നു കഴിഞ്ഞാ തകർന്ന ശബ്ദം കാതിൽ കേട്ടോണ്ടേയിരിക്കും. ജ്യോതി, നോ, സ്റ്റോപ്പ്. ജ്യോതി പ്ലീസ്, എന്നോട് ക്ഷമിക്ക്. എന്നെ വിട്. പ്ലീസ്, എന്നെ വിടാൻ. ക്ഷമിക്ക് ജ്യോതി. എന്നെ വിടാൻ. ജ്യോതി പ്ലീസ്. എന്നെ വിടാനാ പറഞ്ഞത്. ജ്യോതി. ഇൻസ്പെക്ടർ സാർ, ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യ്. ഇവളെന്റെ ജീവിതം നശിപ്പിച്ചു. കൂട്ടത്തിൽ ദാ ഇയാളെ ഭർത്താവെന്ന് പറയാൻ എനിക്ക് തന്നെ നാണാവുക. പിടിച്ചു കേട്ടോ. എന്നോട് ക്ഷമിക്ക് ജ്യോതി. സർ